പാലായിൽ പാളയത്തിൽ പട തുടങ്ങി. UDFന്റെ ഐശ്വര്യം MLA കാപ്പനാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പറഞ്ഞു തുടങ്ങി. നാളെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതോടുകൂടി കൂട്ടത്തള്ള ആരംഭിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കോൺഗ്രസിലെ പ്രമുഖ നേതാവായ അഡ്വക്കേറ്റ് മനോജ് പാലാ കാപ്പനെ പറ്റി ഫേസ്ബുക്കിൽ കുറിച്ച കാര്യങ്ങൾ കേട്ടില്ല എങ്കിൽ അതൊരു നഷ്ടം തന്നെയായിരിക്കും. പാലായിൽ എന്നും മാണിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എന്ന രണ്ട് വിഭാഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമായി. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്നല്ലേ, ഇനി അത് പറയാം. പാലാ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ സാധിക്കാതെ വന്നാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും MLA ആയ മാണി സി കാപ്പന് മാത്രമാണ്. ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്റെ പാർട്ടിയായ KDPക്ക് 5 സീറ്റ് വേണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അതിൽ പലതും കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ച വാർഡുകളായിരുന്നു. കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വാർഡ് 22 ഞാൻ മത്സരിച്ചപ്പോൾ എനിക്കെതിരെ ഒരു റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഈ മാണി സി കാപ്പനാണ്. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ കാലു പിടിച്ചു പറഞ്ഞതാണ് ഈ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കരുത്, അത് നമുക്ക് ദോഷം ചെയ്യേക്കുള്ളൂ, എങ്ങനെയെങ്കിലും പിൻവലിപ്പിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ ഞാൻ നിർത്തിയിട്ടുണ്ട്, നീ അങ്ങ് മാറിക്കൂ എന്നാണ് എന്നോട് പറഞ്ഞത്. MLA മത്സരിപ്പിച്ച സ്ഥാനാർത്ഥി 40 വോട്ട് പിടിച്ചപ്പോൾ ഞാൻ 25 വോട്ടിന് തോറ്റു. ആ സ്ഥാനാർത്ഥി ഇല്ലായിരുന്നുവെങ്കിൽ 5 വർഷം മുമ്പ് നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജോസ് കെ മാണിയുടെ വാർഡിൽ വിജയിച്ചേനെ. എന്നെ പരാജയപ്പെടുത്തിയത് മാണി സി കാപ്പൻ എന്ന ഒറ്റ ഒരാൾ മാത്രമാണ്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാം മറന്ന് ഞാൻ കാപ്പനോടൊപ്പം നിന്നതാണ്. ഇപ്രാവശ്യത്തെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട ചർച്ച നടക്കുന്ന സമയത്ത് എനിക്ക് 5 സീറ്റ് വേണമെന്നാണ് മാണി സി കാപ്പൻ ആവശ്യപ്പെട്ടത്. അത് കോൺഗ്രസ് മത്സരിച്ച വാർഡുകളും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളുമാണ്. അതുപോലെ എന്റെ വാർഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ തോൽക്കുന്നതിന് കാരണക്കാരിയായ 40 വോട്ട് മാത്രം പിടിച്ചയാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നതിനായി പ്രതിപക്ഷ നേതാവിനെ വരെ വിളിച്ചു പറഞ്ഞ ആളാണ് MLA എന്നതാണ് സത്യം. അത് അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് എന്നിട്ട് പട്ടിക്ക് മുറുമുറുപ്പ് എന്ന തരത്തിൽ വീണ്ടും എനിക്കിട്ട് പാര പണിയാനാണ് MLA ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് UDFന്റെ വിജയത്തിന് വേണ്ടിയാണോ എന്ന് ചിന്തിക്കുക. പിന്നെ വാർഡ് 6 തനിക്ക് വേണമെന്നായി MLAയുടെ വാശി. ആ വാർഡിൽ സെബാസ്റ്റ്യൻ പനക്കൽ വളരെ മുൻപ് തന്നെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. അത് കിട്ടില്ലെന്നായപ്പോൾ പനക്കനെ ഉൾപ്പെടെ തനിക്ക് വേണം, തന്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമെന്നായി പിടിവാശി. വാർഡ് 8 ചീരാങ്കുഴിയിലെ 25 വയസ്സ് മാത്രമുള്ള ഇത്രയും നല്ല സ്ഥാനാർത്ഥിയെ നമുക്ക് ആവശ്യമില്ല. ആ കൊച്ചിനെ മാറ്റിയാൽ എല്ലാ വാർഡിലേക്കും കാശ് മുടക്കാൻ ആള് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം തന്നെ സ്ഥാനാർത്ഥി നിർണയം തകർക്കുവാനും മത്സരാർത്ഥികളെ കണ്ടെത്തുന്നവരുടെ മനോവീര്യം തകർക്കുവാനുമാണ് MLA ശ്രമിച്ചത് എന്നതാണ് സത്യം. അതുപോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പോലും മാണി സി കാപ്പൻ പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി നെച്ചിക്കാട് കോൺഗ്രസിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം, അതിന് MLAയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോന്നത് കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് പിടിച്ചു നിൽക്കുവാനെങ്കിലും കഴിഞ്ഞത്. മാണി സി കാപ്പന്റെ സ്വന്തം വാർഡ് 7 ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തെക്കേക്കരയിൽ നിന്നുമുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് അവസാനം പുലിമലക്കുന്നിൽ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നതെന്നാണ് ദയനീയ അവസ്ഥ. അതുപോലെ മാണി സി കാപ്പൻ മത്സരിച്ചു വിജയിച്ച അദ്ദേഹത്തിന്റെ തറവാട് സ്ഥിതി ചെയ്യുന്ന വാർഡ് 26 ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പാലാ മുനിസിപ്പാലിറ്റിയിൽ UDFന് ഭരണം നഷ്ടമായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം MLAക്ക് മാത്രമാണ്. ആദ്യം മുതൽ അവസാനം വരെ ഒരു ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോകാത്തതിന്റെയും ഒരു കോർഡിനേഷൻ കുറവും മാത്രമാണ് UDFിലുണ്ടായത്. പാലാ നഗരസഭയിൽ UDFന് നേതൃത്വം കൊടുക്കുവാൻ കഴിയാത്ത MLA ഒരു വൻ പരാജയമാണ്. പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, UDF സ്ഥാനാർത്ഥികൾ പലവട്ടം അഭ്യർത്ഥിച്ചിട്ട് പോലും ഒരു വാർഡിൽ പോലും വീട് കയറുവാനോ കോളനികൾ കയറുവാനോ MLA തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. MPയും MLAയും ഒന്നിച്ച് മഠങ്ങൾ കയറിയപ്പോൾ 1 മിനിറ്റ് പോലും അവിടെ ചെലവഴിക്കാതെ പെട്ടെന്ന് അവിടുന്ന് ഭയങ്കര തിരക്ക് അഭിനയിച്ച് ഇറങ്ങി MPയെ കൂടി വിളിച്ചുകൊണ്ടു പോവുകയാണ് MLA ചെയ്തത്. ഇങ്ങനെ ഒരു MLA UDFന് ആവശ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ അന്തിക്കോളിന് വീട്ടിൽ ചെല്ലുന്ന ആളുകൾ പറയുന്നത് വേദവാക്യമായി എടുത്തുകൊണ്ടാണ് MLA പ്രവർത്തിക്കുന്നത്. അതാണ് സത്യമെന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണവും. ചെറുപ്പക്കാരനായ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെക്കാനുള്ള പണവും മറ്റ് ചെലവുകളെല്ലാം കൊടുക്കുകയും അതുപോലെ തന്നെ അവിടെ മത്സരിച്ച റിബൽ സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കുവാൻ മുൻകൈയെടുത്തപ്പോൾ ഇതിനൊന്നും മെനക്കെടാതെ ശേഖരൻ കുട്ടിക്ക് എന്ത് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരാളായി മാറി പാലായിലെ MLA. ജോസ് കെ മാണിയുടെ നെഗറ്റീവ് മാത്രമാണ് മാണി സി കാപ്പന്റെ പോസിറ്റീവ്. അല്ലാതെ തന്റെ പ്രവർത്തനത്തിലൂടെ യാതൊരു പോസിറ്റീവും ജനങ്ങളിൽ നാളിതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് UDF നേതൃത്വം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം പാലായിൽ നടത്തിയില്ലെങ്കിൽ UDFന്റെ കാര്യം കട്ടപ്പുകയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
പാലാ നഗരസഭയിലെ UDFന്റെ വിജയം മികവുറ്റ സ്ഥാനാർത്ഥികളുടെയും അവരോടൊപ്പം പ്രതികൂല സാഹചര്യത്തിലും ചങ്കായി കൂടെ നിന്ന് പ്രവർത്തിച്ച നേതാക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ജയ് UDF. പാലായിലെ കോൺഗ്രസുകാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. കാതികൻ BD രാജപ്പന്റെ ഭാഷയിൽ പറഞ്ഞാൽ കല്ലെടുത്ത് കിച്ചരുതേ കോൺഗ്രസെ. എന്തെല്ലാം പ്രകോപനം ഉണ്ടായാലും നിങ്ങൾ അദ്ദേഹത്തെ കൈവെക്കരുത്. ജോസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കല്ലെടുത്ത് കിച്ചരുതേ കോൺഗ്രസെ. പാലാ MLA കാത്തോണെ കോൺഗ്രസെ.